ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയില്ലേ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട്. എനിക്ക് വയ്യായിരുന്നു കേട്ടോ. 3 ആഴ്ചയായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം കേട്ടോ. അതിനത് ശർക്കര ഒരു 6 നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തേങ്ങയാണ് എടുത്തത്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഒരു തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതാ ഉമ്മച്ചി ചെറുപയർ പരിപ്പ് വറുത്തിട്ട് പിന്നെ അത് കഴുകി അതിൻ്റെ കല്ലൊക്കെ ഉണ്ടോ നോക്കി അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇപ്പോഴത്തെ അധികം ആർക്കും അറിയില്ലല്ലോ, എനിക്കും അറിയില്ല കേട്ടോ ഇങ്ങനെ കല്ലരിച്ച് വേർതിരിച്ചെടുക്കുന്ന. ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിൽ അധികം ആൾക്കും അറിയില്ലെന്ന് തോന്നുന്നു എങ്ങനെ എടുക്കുന്നത്. ഇതാ തേങ്ങാപ്പാൽ കുക്കറിലിട്ടിട്ടോ. നമ്മൾ തേങ്ങാപ്പാലല്ല, ചെറുപയർ പരിപ്പ് അരിച്ച് കുക്കറിലിട്ടു. എന്നിട്ട് 3-ാം പാലിൽ വേവിക്കുകയാണ് കേട്ടോ. ചെറുപയർ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് പോകും. നമ്മൾ 2 വിസിൽ മതി. 2 വിസിൽ. അതിൻ്റെ ഇടയ്ക്ക് ചിന്നു നോമ്പ് നോറ്റിട്ടുണ്ട്. അവൾ നോമ്പിന് ജ്യൂസും ഇതാ വത്തക്ക അരിഞ്ഞ് വെച്ചൊക്കെ ഉണ്ട്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ നോറ്റിട്ടില്ല, ഗുളികയൊക്കെ കഴിക്കാനുണ്ട്. അങ്ങനെ ഇതാ വെന്തു കേട്ടോ. വെന്തപ്പുള്ള ഇതിങ്ങനെയായിരുന്നു. അപ്പം കറക്റ്റായിരുന്നു, നല്ല വേവൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഉമ്മച്ചി ഇളക്കുകയാണ് കേട്ടോ. ഇത് ഉമ്മച്ചിൻ്റെ സ്പെഷ്യലാണ്. അങ്ങനെ ഇതാ നമ്മൾ 6 ശർക്കരയാണ് കേട്ടോ ഒഴിക്കിയത്. ഇത് മധുരം കറക്റ്റായിരുന്നു. പിന്നെ 5 ആയാലും കറക്റ്റാവും എനിക്ക് തോന്നുന്നു മധുരം. ഇതിലേക്ക് 6 കറക്റ്റായിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ ചെറിയതാണ് കേട്ടോ ഇട്ടീനെ. 5 വലുതും 1 ചെറുതുമായിരുന്നു ഇട്ടീനെ. അങ്ങനെ ശർക്കരപ്പാനൊക്കെ നമ്മൾ ഒഴിച്ചു. ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങൻ്റെ പിന്നെ 2-ാം പാലും 1-ാം പാലൊക്കെ ഒഴിക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങൻ്റെ 2-ാം പാൽ ഒഴിച്ചു കേട്ടോ. 2-ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അമ്മച്ചി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താണ്. ശബ്ദം കുറവുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ശബ്ദം കുറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോർമലി സംസാരിച്ച് വരുമ്പോൾ അങ്ങനെ തേങ്ങൻ്റെ 2-ാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു. അപ്പോൾ ഇച്ചിരി അധികമായോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ പിന്നെ അമ്മച്ചി പറഞ്ഞു നമുക്ക് കുറച്ചൊന്ന് വറ്റിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അടുപ്പത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാത്തും ദാവും ഒക്കെ അവിടെ പലക്കെ ഇട്ട് കയറി നിന്ന് ഇതാ കാണാൻ തിരക്കും. എൻ്റെ ഇടയിൽ കൂടെ അനുണ്ട് ഓല പിടിച്ചാക്കാൻ. പായസത്തിന് നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇതിതാ ഒരു 4 ഏലക്കായ കുത്തിയിട്ടും പിന്നെ 1 സ്പൂണ് നമ്മൾ ചെറിയ ജീരകം പൊടി ഉണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി ഫ്ലേവർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കുക. നമ്മൾ വെച്ച് ചേർത്ത കറക്റ്റായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ അത് നമ്മളത് ചെറുങ്ങനെ ഒന്ന് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ അത് കുറച്ചൊന്ന് വറ്റി. പിന്നെ അധികം വെന്ത് പോയാൽ കലങ്ങി പോകുമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അത്ര മതിയെന്ന് വിചാരിച്ചു. നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ചൂടാറുമ്പോൾ കുറുകി വരുമല്ലോ. അപ്പോൾ അങ്ങനെ 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളക്കണ്ട, നല്ലോണം ഒന്ന് ചൂടായാൽ മതി. പിന്നെ ഇവിടെ അണ്ടി മുന്തിരിയൊന്നും ഇല്ലായിരുന്നു. അണ്ടി മുന്തിരിയൊക്കെ കൊണ്ട് വെച്ചാൽ എല്ലാവരും വലിയവരും കുട്ടികളൊക്കെ എടുത്ത് തിന്നും. അതുകൊണ്ട് നമ്മളെന്താ ഉണ്ടാക്കുമ്പോൾ അന്നത്തേക്ക് വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊരു ഇതാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണ്ടാന്ന് വിചാരിച്ചു. അത് ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. വെച്ചിതാ നെയ്യ് കോരി ചട്ടിയിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര നെയ്യ് വേണമെന്നില്ല. ഉമ്മച്ചി കോരിയപ്പോൾ ഉരുകിയപ്പം കുറച്ചധികമായി തോന്നി. അധികം ആയോ എന്നൊക്കെ ചോദിച്ചിനി. പിന്നെ അത്രയും പായസം ഉണ്ടല്ലേ, അപ്പോൾ അതിലോട്ട് പിന്നെ കറക്റ്റായിരുന്നു. അത് തേങ്ങാക്കൊത്തിട്ടു. അത് ഫുള്ളും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചധികം ആക്കി വെച്ചതായിരുന്നു, പകുതി ഇട്ടിട്ടുള്ളൂ. അങ്ങനെ പകുതി ഇട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണേ. നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ പായസത്തിലിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ചെറുപയർ പരിപ്പ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഫീഡ്ബാക്ക് പറയാം, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം. ഈ കുക്കറിന് ഏകദേശം 15 വർഷത്തിൻ്റെ മേലായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കുക്കർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഹൗസ് സർജൻസിക്ക്
കുക്കിങ്ങൊക്കെ തനിയായിട്ട് വേറെ റൂം എടുത്തിരുന്നു. അവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന കുക്കറായിരുന്നു. പിന്നെ അവിടെ ഞാൻ പഠിത്തം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു.